വാർത്തകൾ തുടരുന്നു. കടൽ ഭിത്തി കെട്ടാത്ത വാടാനപ്പള്ളി തക്ഷശില മുതൽ AK പീടിക വരെയുള്ള 400 മീറ്റർ സ്ഥലത്ത് ചൊവ്വാഴ്ച രാത്രി 10 മണിയോടെ ഉണ്ടായ ശക്തമായ കടൽക്ഷോഭത്തിൽ വൈദ്യുതി പോസ്റ്റുകളും തെങ്ങുകളും കടപുഴകി വീണു. ഞങ്ങളെപ്പോലുള്ള ആളുകൾ ബഹളുണ്ടൊക്കെ നമ്മൾ ഇതൊക്കെ ചെയ്യണില്ലേ ഇവിടെ ഇതുപോലെ ചെയ്യാനായിട്ട് ഇവിടെ ആരില്ലല്ലേ അതിന് മുന്നിൽ പറഞ്ഞ സ്വീകരിക്കണമെന്ന് ജനങ്ങളാണ്. പറ്റുമല്ലോ നമ്മളെ കാര്യങ്ങൾ നമ്മളെന്നെ പോയില്ല. ഇതിൽ ശ്രദ്ധപ്പെടുത്തേണ്ടല്ലോ വളരെ ഇതായി. ഒരു മണിക്കൂറോളം നീണ്ടുനിന്ന കടൽക്ഷോഭത്തോടൊപ്പം ശക്തമായ കാറ്റും വീശിയതോടെയാണ് വൈദ്യുതി പോസ്റ്റുകളും തെങ്ങുകളും കടപുഴകിയത്. 5ഓളം വൈദ്യുതി പോസ്റ്റുകളും 6 തെങ്ങുകളുമാണ് നിലംപൊത്തിയത്. മുൻമാസങ്ങളിലെ കടൽക്ഷോഭത്തിൽ പാതി തകർന്ന റോഡ് ഇപ്രാവശ്യത്തെ കടൽക്ഷോഭത്തിൽ പൂർണ്ണമായും തകരുകയും ചെയ്തു. കടൽക്ഷോഭം ഉണ്ടായത് അതിനേക്കാളും ഭീകരമായിട്ടുള്ള അവസ്ഥയാണ് രാത്രി ഉണ്ടായത്. അതിൽ തന്നെ ഒരു 6 തെങ്ങോളം തത്സമയം കടപുഴകി വരികയും ഈ മേഖലയുണ്ടായിരുന്ന ഇലക്ട്രിസിറ്റി പോസ്റ്റ് 6 എണ്ണം കടപറിയും 1 എണ്ണം ഒടിഞ്ഞു വീഴുകയും ചെയ്തു. യഥാസമയം തന്നെ ഈ മേഖലയിലെ വാടാനപ്പള്ളി ബീച്ചിലെ എല്ലാ വൈദ്യുതി കംപ്ലീറ്റ് താറുമാറായി. ഇത് ഞങ്ങൾ ഉടനെ തന്നെ പോലീസിലും നമ്മുടെ ഇലക്ട്രിസിറ്റിയിലും അറിയിച്ചതിന്റെ അടിസ്ഥാനത്തിൽ അവർ 10-15 മിനിറ്റുകൾക്കകത്ത് വരികയും ചെയ്തു. താൽക്കാലികമായിട്ട് ഇത് ഓഫ് ചെയ്തു. പക്ഷേ എങ്കിലും ഈ സമയം വരെ ഇതിനൊരു പുനർക്രമീകരണവും ഈ മേഖലയിലെ ഒരു 100-300ഓളം വീടുകൾക്ക് വരുന്ന ഈ ലൈനിൽ നിന്നാണ് കറണ്ട്. ഈ സമയം വരെ ഉണ്ടല്ല ഒരു പുനർക്രമീകരണമോ ഒരു പദ്ധതിയോ ഈ സമയം വരെ ചെയ്തില്ല. മാത്രമല്ല ഞങ്ങൾക്ക് പറയാനുള്ളത് മറ്റൊന്നും പറയാനില്ല. ഇവിടെ കടൽത്തീരത്ത് ഇപ്പൊ ഞങ്ങൾ ഈ പോസ്റ്റ് ഒടിഞ്ഞപ്പോൾ കാണുന്ന ഒരു കാഴ്ച, 1 സെന്റിമീറ്റർ പോലും വലിപ്പില്ലാതെ 4 കമ്പിട്ടിട്ടാണ് ഈ പോസ്റ്റ് പണിതുള്ളത്. 1 സെന്റിമീറ്റർ പോലും വലിപ്പില്ലാത്ത 4 കമ്പിട്ടിട്ടാണ് ഈ പോസ്റ്റ് പണിതുള്ളത്. ഇത്തരത്തിൽ തന്നെ ആയിരിക്കും ഈ മേഖലയിലെ പോസ്റ്റുകളെന്നാണ് ഞങ്ങൾ സംശയിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലുള്ള ഈ നിരുത്തരവാദപരമായിട്ടുള്ള ജനങ്ങളുടെ ജീവനും കൊണ്ട് കളിച്ചിട്ടുള്ള ഈ ഇലക്ട്രിസിറ്റി അതിന്റെ നേതൃത്വ ഉദ്യോഗസ്ഥര് നേരിട്ട് വന്നിട്ട് ഈ പോസ്റ്റ് കാണുകയും ഇതിനോട് ബന്ധപ്പെട്ട് ഇത് കോൺടാക്ട് കൊടുക്കുകയും ഇത്തരത്തിലുള്ള പോസ്റ്റുകൾ സ്ഥാപിച്ചാൽ ആരാണോ അവർക്കെതിരെ ഉണ്ടല്ലോ തക്കതായിട്ടുള്ള നടപടി ഉണ്ടാവണമെന്നാണ് ഞങ്ങൾക്ക് ഈ സമയത്ത് പറയാനുള്ളത്. മാത്രമല്ല എത്രയും വേഗം ഇവിടെയുള്ള ഈ ജൂനിയർ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ വലപ്പാട് സാമൂഹ്യാരോഗ്യ കേന്ദ്രത്തിൽ ഭക്ഷണ വിതരണം നടത്തി. ഭക്ഷണ വിതരണോദ്ഘാടനം നാട്ടിക ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അനിൽ പുളിക്കൽ നിർവഹിച്ചു. ഒരു യുവജന സംഘടനയ്ക്ക് ഉണ്ടാകേണ്ട, അതല്ലെങ്കിൽ ഒരു സാംസ്കാരിക സംഘടനയ്ക്കുണ്ടാകേണ്ട സാമൂഹ്യ പ്രതിബദ്ധതയുടെ ഉത്തമമായ ഉദാഹരണമാണ്, ദൃഷ്ടാന്തമാണ് ഇന്നിവിടെ വലപ്പാട് സാമൂഹ്യാരോഗ്യ കേന്ദ്രത്തിൽ ജാസ് ക്ലബ്ബ് തൃപ്രയാറിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ഓണാഘോഷ പരിപാടികളും അതുപോലെ തന്നെ നമ്മുടെ ആശുപത്രിയിൽ അഡ്മിറ്റായിട്ടുള്ള മുഴുവൻ ആളുകൾക്കും ഓണസദ്യയും ഇവിടെ വിതരണം ചെയ്യുകയാണ്. വളരെയേറെ സാമൂഹ്യ പ്രതിബദ്ധതയോട് പ്രവർത്തിക്കുന്നതിന്റെ ഉത്തമ ഉദാഹരണമായി ജാസ് ക്ലബിന്റെ ഈ പ്രവർത്തനത്തെ നമുക്ക് നോക്കി കാണാൻ സാധിക്കും. എല്ലാവർക്കും ഒരേപോലെ ഓണം ഉണ്ണാൻ കഴിയുന്ന തരത്തിൽ ഇത്തരം സംഘടനകൾ പ്രവർത്തിക്കുന്നത് അഭിനന്ദനാർഹമാണ്, സാധാരണമാണ്. ഓണം നമുക്കൊക്കെ അറിയാം. വാർഡംഗം KP സുഗത, ക്ലബ് പ്രസിഡന്റ് അന്തോണി, സെക്രട്ടറി വിവേക്, അജയ് തൃപ്രയാർ, നവാസ്, സന്ദീപ്, രേഷ് ചന്ദ്രൻ, സനീഷ്, സഫീർ തുടങ്ങിയവർ ഭക്ഷണ വിതരണത്തിന് നേതൃത്വം നൽകി. പെരുങ്ങോട്ടുകര വടക്കുമുറി കൈരളി കലാമന്ദിറിന്റെ ആഭിമുഖ്യത്തിൽ തിരുവോണ ദിനം മുതൽ ആരംഭിച്ച ഓണാഘോഷ പരിപാടികളുടെ സമാപന യോഗം അന്തിക്കാട് SIC പ്രേമാനന്ദ കൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. പക്ഷെ ഇന്ന് ടിവിയുടെയൊക്കെ അതിപ്രസരം, ഇന്റർനെറ്റിന്റെയൊക്കെ അതിപ്രസരം ഉണ്ടെങ്കിലും അതൊക്കെ നമ്മൾ വിജ്ഞാനത്തിന് കൂടുതൽ ഉപയോഗിക്കുകയും ഒരു നല്ല കൂട്ടായ്മ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാക്കി
അവിടെ നല്ല ഒരു ഓണാഘോഷ പരിപാടികൾ സംഘടിപ്പിക്കാൻ ഇന്ന് വിവിധ ക്ലബ്ബുകൾ അന്തിക്കാട് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ശ്രമിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ ഇന്ന് തന്നെ ഞാനൊരു 6ാമത്തെ പരിപാടിയിലാണ് ഞാൻ പങ്കെടുക്കുന്നത്. ഇപ്പൊ ഞാൻ പങ്കെടുത്ത പരിപാടികളിൽ ഇതിൽ പുകഴ്ത്തി പറയേണ്ട വന്നതിൽ വെച്ച് ഏറ്റവും നല്ല പരിപാടി നമ്മുടെ കൈരളി കലാമന്ദിറിന്റെ പരിപാടി തന്നെയാണ്. കാരണം 3 ദിവസം വളരെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള പ്രോഗ്രാമുകൾ നടത്തി നമ്മുടെ ഈ പ്രദേശത്തുകാരുടെ ഒരു കൂട്ടായ്മയും ഒരു ഓണത്തോടനുബന്ധിച്ച് അവരുടെ ഒരു കൂട്ടിയോജിപ്പും ഉണ്ടാക്കിയ കൈരളി കലാമന്ദിറിന് എല്ലാവിധ അഭിനന്ദനങ്ങളും അറിയിക്കാം. രാവിലെ പൂക്കള മത്സരം, വിദ്യാഭ്യാസ അവാർഡ് ദാനം, നാടൻ പാട്ടുകൾ എന്നിവ നടന്നു. പഴവിൽ വെസ്റ്റ് ദീപ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ ഓണാഘോഷ പരിപാടികളുടെ ഭാഗമായി കൈകൊട്ടിക്കളി നടന്നു. ബുധനാഴ്ച വൈകിട്ട് 4 മണി മുതൽ നടന്ന കൈകൊട്ടിക്കളി പുതൂർക്കര അന്നപൂർണേശ്വരി കലാസമിതിയാണ് അവതരിപ്പിച്ചത്. ക്ലബ് പ്രസിഡന്റ് കെ മണികണ്ഠൻ, സെക്രട്ടറി ND മേഘനാഥൻ, ട്രഷറർ CR സുരാജ് എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. തളിക്കുളം സ്നേഹതീരത്തെ കാർണിവലിൽ പങ്കെടുക്കാൻ വൻ തിരക്ക്. ഓണാഘോഷത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച കാർണിവലിൽ കുട്ടികൾക്കായുള്ള നിരവധി വിനോദോപാധികൾ ഒരുക്കിയിട്ടുണ്ട്. ഓണമായതോടെ വീട്ടിൽ നിന്നും കുടുംബങ്ങൾ ഒന്നിച്ചാണ് കാർണിവലിൽ എത്തുന്നത്.